ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ഇനി നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 വെല്ലുള്ളിയും പിന്നെ 2-3 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി ചേർത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഈ ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് വാട്ടിയെടുക്കാം. അങ്ങനെ ഇതാ ഉള്ളി ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് മൊത്തത്തിൽ നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ ഇതാ ഉള്ളിയെല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ ഇറച്ചി മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഉണ്ട് അതും ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മളിൽ ബീഫ് വേവിച്ചിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ബീഫിന് പകരം നമുക്ക് ചിക്കൻ ചേർത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇറച്ചി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ബീഫ് വേവിക്കുമ്പോഴുള്ള കുറച്ച് ഗ്രേവി ഉണ്ട്, അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ മസാല ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഇനി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ അതേ അളവിൽ തന്നെ 1 കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ ഇത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് പിന്നെ മിക്സീൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു ബാറ്റർ കൊണ്ട് ദോശ ഇട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോ കയ്യിൽ ഒഴിച്ചിട്ട് ഇത് ചുട്ടെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചുട്ടെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇങ്ങനെ ചുറ്റിച്ച് കൈമക്ക് തന്നെ ഇത് റെഡിയായി കിട്ടും. എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അങ്ങനെ ഇത് നമ്മൾ ദോശയെല്ലാം ഇവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ഇതുപോലെ നടുവിൽ വെച്ച് കൊടുത്തിട്ട് സൈഡെല്ലാം മടക്കിയെടുത്തിട്ട് ഇതൊരു ബോക്സ് പോലെ ആക്കിയെടുക്കണം. സൈഡ് മടക്കിയെടുക്കുന്നതിന് മുന്നേ കുറച്ച് മൈദപ്പൊടി കലക്കിയിട്ട് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് മടക്കിയെടുത്താൽ ഇത് പൊട്ടിപ്പോകുന്നില്ല, നല്ലോണം ഒട്ടി നിൽക്കും.
ഇങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കണം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഞാനിതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മുട്ട നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബോക്സ് ഇതുപോലെ മുക്കിയെടുത്തിട്ട് ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബോക്സ് വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ തീയപ്പം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് രണ്ട് ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇതാ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മുട്ട ചേർത്തിട്ട് ബാറ്റർ റെഡിയാക്കിയത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ ഒരു ദോശക്ക്. പിന്നെ മുട്ടയിൽ മുക്കിയിട്ടാണല്ലോ ഇത് വാട്ടിയെടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.